കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുന്നത് നോക്കണ്ടേ? എല്ലാവരും വരൂ, നമുക്ക് പോയി നോക്കാം. ഇന്ന് നല്ല തിരക്കാണ്. വൈശാഖം അവസാനിക്കാറായി, അപ്പോൾ അതിൻ്റെയും കൂടി തിരക്കിലാണ്. വളരെ അധികം തിരക്കാണ്. ഇനിയിപ്പോൾ നാളെ ഇതിലും പരാണ്, ഞായറാഴ്ചയാണ്, കല്യാണങ്ങളും കൂടുതലാണ്. അങ്ങനെ എല്ലാം കൊണ്ടും തിരക്കുകളുടെ ആ ഒരു സമയം തന്നെയാണ്. എന്തായാലും നമുക്ക് ദർശനത്തിനായിട്ട് പോവാം. ഉണ്ണിക്കണ്ണൻ ഏത് രൂപത്തിലാണ് നമുക്ക് ദർശനമേകുന്നത് എന്നറിയാനായിട്ട് നമുക്ക് പോവാം. ഇന്ന് എന്തായാലും കുറച്ച് പേരെന്നോട് മഞ്ജുളാൽ മുതൽ പറയാൻ പറഞ്ഞു. അപ്പോൾ ഏതായാലും ഒരു വളരെ വിശിഷ്ടമായ, എന്താ പറയുക, നിഷ്കളങ്കമായ, നിഷ്കാമമായ ഒരു ഭക്ത മഞ്ജുള. ആ വാരസ്യാർകുട്ടിയുടെ ഒരു കഥ, അതായത് വാരസ്യാർകുട്ടിയുടെ ആ ഒരു മാലയുടെ കഥ തൊട്ടാണല്ലോ മഞ്ജുളാലായി വന്നത്. അവിടെ നിന്നിട്ടുള്ള ആ ഒരു കാര്യം തൊട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മഞ്ജുളാൽ വന്നിട്ട്, കിഴക്കേ നടയിലുള്ള മഞ്ജുളാൽ വന്ന് അവിടെ നിന്ന് ആ ഗരുഡ ശില്പം, അതായത് ഇപ്പോൾ വെങ്കല ശില്പമാണ്. ആദ്യം കളിമണ്ണിൻ്റെ ശില്പമായിരുന്നു, ഇപ്പം അത് വെങ്കല ശില്പമായി. ഏറ്റവും പ്രിയപ്പെട്ട, കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട കുറൂരമ്മ, അതേപോലെ മഞ്ജുള, അങ്ങനെ കുറച്ച് ആളുകളാണല്ലോ പ്രധാനപ്പെട്ടത്. അവരുടെ വിഷമങ്ങളും അതിലൊക്കെ കണ്ണൻ്റെ കയ്യൊപ്പ് പൊതിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആ മഞ്ജുളാലിൻ്റെ മുകളിലുള്ള ഗരുഡ ശില്പത്തെ, ആ വെങ്കല ശില്പത്തെ നോക്കി കണ്ട് നമുക്കൊന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് തുടങ്ങി വരാം. അങ്ങനെ വരുമ്പോൾ കുറച്ചിങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലുള്ള അത്തിമര ഗണപതി ക്ഷേത്രം കാണാം. അങ്ങനെ ഗണപതി വന്നിട്ട് ഗണപതിയെ കണ്ട് തൊഴുത് സർവ്വവിഘ്നങ്ങളും ഒഴിവാക്കി തരാനായിട്ട് പ്രാർത്ഥിച്ച് വേണമെങ്കിൽ മുട്ടൊക്കെ ഇറക്കാം. കാരണം നാളികേരമൊക്കെ അവിടെ കിട്ടും. 4 പുറത്തുനിന്നും നമുക്ക് ദർശനം കിട്ടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ആ അത്തിമര ഗണപതി ക്ഷേത്രം. അപ്പോൾ അത് അവിടെ നിന്ന് പോയി തൊഴുത് ഇനി നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ, അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ, ആ തിരക്കിനിടയിലൂടെ നമ്മളിങ്ങനെ വരുമ്പോൾ ആ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറിയിട്ട് നേരെ അകത്തേക്ക് ഇങ്ങനെ നോക്കുക. അപ്പോൾ അകത്തേക്ക് നോക്കുമ്പോൾ ഇന്ന് പതിവിലും വിപരീതമായിട്ട് നല്ല തെളിച്ചത്തോടു കൂടി തന്നെയാണ് ആ പ്രകാശരേണുക്കൾ നമ്മളിലേക്ക് എത്തുക. നമ്മുടെ നയനങ്ങളെ ആനന്ദപുളകിതമാക്കിക്കൊണ്ടാണ്. കാരണം ആ ഒരു നോട്ടം, ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് തന്നെ ഒരു നോട്ടം കിട്ടിയ അത്രയും ഭാഗ്യം എന്ന് ചിന്തിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് അതിൻ്റെ അടുത്തെത്തി. കാരണം എത്താൻ കഴിയുമോ എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന ഒരുപാട് ഭക്തർ, എത്ര കണ്ടാലും മതി വരില്ല കണ്ണൻ്റെ രൂപം. അത് എല്ലാവർക്കും, കാരണം അവിടെ തന്നെ ഉറങ്ങിയിരിക്കുന്ന മേൽശാന്തിക്ക് പോലും കണ്ണനെ കണ്ടു മതിവരില്ല. 6 മാസം അവിടെ തന്നെ ഉറങ്ങി എല്ലാ കാര്യങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന മേൽശാന്തിക്ക് പോലും കണ്ണനെ കണ്ടു മതി വരില്ല. അപ്പോൾ പിന്നെ സാധാരണക്കാരായ നമ്മളെ ഭക്തരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ആ കണ്ണൻ്റെ അനുഗ്രഹം കിട്ടാനായിട്ട് നമുക്കൊന്നുകൂടി നോക്കാം. അങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ ആ ഗുരു, അതായത് നാരായണീയൻ രചിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ആ ഇരുന്ന സ്ഥലം അതൊന്ന് നോക്കിത്തൊള്ളാം. ഇടത് വശത്തുള്ള, പിന്നെ വലത് വശത്തുള്ള ആദ്യത്തെ ആ തൂണ്, നാരായണീയം രചിക്കുമ്പോൾ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണ് ഒന്ന് നോക്കിത്തൊഴാം. പിന്നീട് നമ്മളിങ്ങനെ നോക്കുക, ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഭഗവാന്റെ കാൽപാദങ്ങൾ ഇങ്ങനെ കാണുന്നു. കാൽപാദങ്ങൾ മാത്രമല്ല, ആദ്യം കാണുന്നത് ഒരു വലിയ വെണ്ണക്കുടാണ് കേട്ടോ. അത് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കണു, വെണ്ണ നിറച്ചിരിക്കണു. പിന്നെ കാൽപാദങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. കാൽവളകളിട്ടുണ്ട്. പിന്നെ ഒന്നിങ്ങനെ എന്താ പറയുക, മുട്ട് കുത്തിയിട്ടിരിക്കണ പോലെ, മുട്ട് കുത്തുക എന്ന് പറഞ്ഞാൽ ഒന്നും ഇങ്ങനെ ഇരുന്ന് മുട്ട് കുത്തുന്ന പോലെയാണ്. ആ ഇരുത്തത്തിലാണ് ഇരിക്കുന്നത്.
അങ്ങനെ അരമണിയൊക്കെ കാണാണ്ട് പട്ടൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞെടുത്ത് മഞ്ഞ പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. മഞ്ഞ പട്ട് ഞൊറിഞ്ഞെടുത്ത് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ വീതിയിൽ ഇങ്ങനെ കിടക്കണു. പിന്നെ മുകളിലേക്ക് കഴുത്തിൽ നോക്കുമ്പോൾ ഒരു മാങ്ങ മാല കാണാനുണ്ട്. പിന്നെ ഒരു വളയം പോലത്തെ ഒരു മാല, പിന്നെ ഒരു പതക്കം പോലത്തെ ഒരു മാലയുണ്ട്. അങ്ങനെ 3 മാലകളുണ്ട്. പിന്നെ കൈവളകൾ കാണാനുണ്ട്. കയ്യിൽ ഇങ്ങനെ ആ വെണ്ണ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വെണ്ണ കുടമുണ്ട് അവിടെ. അങ്ങനെ വെണ്ണക്കണ്ണനായിട്ടാണ് ശരിക്കും ഇന്നത്തെ അലങ്കാരം. അങ്ങനെ നോക്കി വരുമ്പോൾ നല്ല നിറയെ വെണ്ണയുണ്ട് കേട്ടോ. ഓടക്കുഴൽ അരയിൽ തിരികെ വെച്ചിട്ടുണ്ട്. വെണ്ണക്കുട ഇങ്ങനെ അടുത്തുണ്ട്. നിറച്ച് വെണ്ണ. ഏത് ഭക്തനാണ്, ഏത് ഭക്തയ്ക്കാണ് ഞാൻ ഇന്ന് വെണ്ണ തരേണ്ടത്, ആർക്കാണ് ഏറ്റവും വിഷമമുള്ളത്, അവർക്ക് ഞാൻ വെണ്ണ തരാം എന്ന് പറഞ്ഞിട്ടാണ് ആ പൊന്നുണ്ണിക്കണ്ണൻ ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മളെ ഭക്തരെ കാണാനായിട്ടേ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പിന്നെ തിരുമുടിമാല നല്ല മയിൽപ്പീലി കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. 3 പീലി ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലിങ്ങനെ നല്ലൊരു എന്താ പറയുക, തിരുമുടിമാല ഇങ്ങനെ 3 തിരുമുടിമാല ഉണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ളതും വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും, പിന്നെ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതും, അങ്ങനെ 3 എണ്ണം നല്ല വലുതായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഉണ്ടമാലയിൽ തുളസിയുണ്ട്, വെളുത്ത പൂവുണ്ട്, കാര്യമായിട്ടുള്ളതാണ്. പിന്നെ താമരയും തുളസിയും വെളുത്ത പൂവും, വെളുത്ത താമരയാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. ആ തോൾവളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. എന്താ ഒരു രസം എന്നറിയോ, ആ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ തന്നെ നോക്കുന്ന ആ കുസൃതി നിറഞ്ഞൊരു ഭാവത്തിലാണ് കണ്ണൻ ഇന്ന്. അതെന്തോ ഒരു പ്രത്യേകത തോന്നുന്നു ഇന്ന്. കാരണം അവിടെ ചെന്നിങ്ങനെ നോക്കുമ്പോൾ എന്നെ തന്നെ നോക്കുന്ന മാതിരി എനിക്ക് തോന്നുക. അതേപോലെ തന്നെ അല്ലേ ഇപ്പോൾ എല്ലാ ഭക്തരെയും ഉണ്ടാവുക. അപ്പോൾ ആ കണ്ണിലേക്ക് ഇങ്ങനെ നമുക്ക് നോക്കാൻ തോന്നുന്ന ഒരു ആകർഷണത അത്രയ്ക്കും അപാരമായൊരു ഇതാണ് ഇന്നത്തെ അവിടെ നിന്നുള്ള ആ പ്രതിഫലനം നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ കാണുമ്പോൾ എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ആ ഉണ്ണിക്കണ്ണൻ്റെ ആ കണ്ണിലേക്ക് നോക്കിയ ആ കണ്ണിലുള്ള ആ ദർശനം നമുക്ക് അനുഭവപ്പെടും കേട്ടോ. അത്രയ്ക്കും വിശിഷ്ടമായൊരു നോട്ടാണ് ഇന്നത്തെ. നിനക്ക് എണ്ണ വേണോ എന്ന് ചോദിക്കുന്ന പോലെയൊക്കെ തോന്നുക. അല്ലെങ്കിൽ നിനക്ക് വിഷമമുണ്ടോ, അല്ലെങ്കിൽ എന്താണ്, സന്തോഷമല്ലേ, സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിക്കുന്ന പോലൊരു ആ കണ്ണിൽ നമുക്കങ്ങനെ അത്രയ്ക്ക് എടുത്ത് പറയാൻ അത്രയും നിൽക്കുമ്പോൾ ആ ഒരു കാഴ്ചയാണ്. ആദ്യം തന്നെ എന്തൊരു കണ്ണ് തമ്മിൽ ഉടക്കി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാനെ ആ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണ് പറയുന്നത്. വെണ്ണക്കുടമൊക്കെ എടുത്ത് മുട്ടുമടക്കി ഇങ്ങനെ ഇരിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ ആണ് നമ്മൾ കാണുന്നത്. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ആ പ്രാർത്ഥന ആ ഭഗവാന്റെ സമക്ഷത്തിലെത്തും, തീർച്ചയായും എത്തും. കാരണം ധാരാളം പേര് ഭഗവാനെ ഒരു നോക്ക് കാണാൻ പറ്റാത്ത ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ അവർക്കൊക്കെ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുകയാണ്. കാരണം ഒരു തവണയെങ്കിലും ആ ഗുരുവായൂരപ്പൻ്റെ ഒരു ദർശനം കിട്ടിയ ജീവിതം പുണ്യമായി, ആ ജീവിതം ധന്യമായി. അത്രമേൽ ആ ഒരു ദർശനത്തിന് പ്രസക്തിയുണ്ട്. കാരണം ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ, നമ്മൾ വൈകുണ്ഠത്തിലേക്ക് പോവും എന്ന് പറയുന്നത് മോക്ഷം കിട്ടുമ്പോഴാണ്. ഇവിടെ വരുമ്പോഴും ചെറുതായിട്ട് മോക്ഷം ഉണ്ടെങ്കിൽ തന്നെ വരാൻ കഴിയുള്ളൂ എന്നൊക്കെയാണ് പറയുക. കാരണം അത്രയ്ക്കും വിഷമിച്ച് പലരും പറയുന്നു. അപ്പോൾ അവർക്കൊക്കെ ആ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു മഹത് ദർശനം, ആ തിരുമുഖ ദർശനം, അവരെ ഭാഗ്യം അവർക്ക് കിട്ടട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ് ആ ഗുരുവായൂരപ്പനോട്. അപ്പോൾ എന്തായാലും നമ്മളവിടെ നിന്ന് തൊഴുത് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ കാണുന്ന ആ ബലിക്കല്ല് കാണുമ്പോൾ അഗ്നികോണിലേക്കൊന്ന് നോക്കിയിട്ട് തൊഴുക. അതിനുശേഷം ഭഗവാന്റെ തിടപ്പള്ളി രാവിലെ നേദ്യം തയ്യാറാക്കുന്നതും അതുപോലെ ഗണപതി ഹോമം നടത്തുന്നതൊക്കെ ആയ തിടപ്പള്ളി നോക്കിയിട്ടൊന്ന് തൊഴുക. അതുപോലെ തിരിഞ്ഞു നിന്ന് ആ ചുമരിൻ്റെ മുകളിലുള്ള പച്ച കളറിലുള്ള ആലിലക്കണ്ണനെ കണ്ട് തൊഴുക. പച്ച കളറുള്ള ആലിലയിലുള്ള ആ ഉണ്ണിക്കണ്ണനെ ഒന്ന് കണ്ട് തൊഴുക. അത് കഴിഞ്ഞാൽ നമ്മൾ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് വിഘ്നേശ്വരൻ്റെ അടുത്ത് വരിക. വിഘ്നേശ്വരൻ്റെ അടുത്ത് വരുമ്പോഴും ആ ചന്ദനച്ചാർച്ച ആയിട്ടില്ല, ചന്ദനച്ചാർത്തൊന്നും ഇല്ല തോന്നുന്നു. അങ്ങനെ കുറച്ച് ആ സ്വർണത്തിൻ്റെ പൊട്ടുകളൊക്കെയാണ് വെച്ചിട്ടുള്ളത്.
പിന്നെ ഒരു മഞ്ഞ പട്ടും ചുവന്ന പട്ടും കൂടിയാണ് ഇന്ന് ആ ഗണപതി ഉടുപ്പിച്ചിട്ടുള്ളത്. പിന്നെ ധാരാളം അർച്ചനപ്പൂക്കളുണ്ട്. അതാണ് ഇപ്പോൾ അവിടെ ഇന്ന് കാണാനുള്ളത്. 2 കദളിപ്പഴമുണ്ട്, നല്ല പഴുത്ത കദളിപ്പഴം. അപ്പോൾ ഗണേശന് ഏറ്റവും ഇഷ്ടപ്പെട്ടു, പ്രീതിയോടെയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വയറ് നിറഞ്ഞാൽ അദ്ദേഹം അനുഗ്രഹം ധാരാളം തരും. അപ്പോൾ വയറൊക്കെ നിറഞ്ഞു, ആ നേദ്യമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമല്ലേ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെയും തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി അറയിലേക്ക് തിരിഞ്ഞു നോക്കുക. അപ്പോൾ ആ ഫോട്ടോ കാണാം, ആ കിടാവിളക്കും കാണാം. ആ കിടാവിളക്ക് കാണുമ്പോൾ തന്നെ സന്തോഷമാണ്. അപ്പോൾ ആ സരസ്വതി ദേവീനെയും കണ്ട് തൊഴുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെ കണ്ട് തൊഴുത് ഇനി നമുക്കിങ്ങനെ ആ കോർണറിലെത്തുമ്പോൾ ചെറിയ ആ ഗണേശനെ കാണാം. ആ ഗണേശനെയൊക്കെ ഒന്ന് തൊട്ട് തലോടിയിട്ട്, ബാക്കിയുള്ള വിഗ്രഹങ്ങളിലൊന്നും നമുക്ക് തൊട്ട് തലോടാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഇവിടെ തൊട്ട് തലോടാം, അങ്ങനെ പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ മത്സ്യാവതാരം, മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള ആ രൂപങ്ങളൊക്കെ നമുക്ക് കാണാം. അതൊക്കെ കണ്ട് തൊഴുക. അങ്ങനെ കണ്ട് തൊഴുത് നേരെ നമ്മൾ മേൽശാന്തിയുടെ അവിടെ എത്തുക. മേൽശാന്തിയുടെ അവിടെ എത്തുമ്പോഴോ ഇന്നത്തെ ഉച്ചപൂജ മേൽശാന്തി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മേൽശാന്തി അച്യുതൻ നമ്പൂതിരിപ്പാടാണ്. കളഭാലങ്കാരം ഉണ്ടായിരുന്നത് കക്കാട് സുനിലോദിക്കനാണ്. ആ കക്കാട് സുനിലോദിക്കനാണ് അവിടെ മേൽശാന്തിയുടെ അവിടെ ഒദിക്കന്മാരിരിക്കുന്ന സ്ഥലത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. മനോഹരമായിട്ടുള്ള അന്നത്തെ ആ ഉണ്ണിക്കണ്ണന് ചാർത്തിയിരിക്കുന്നത് കക്കാട് സുനിലോദിക്കനാണ്. വളരെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് അതൊക്കെ പറഞ്ഞ് കളഭമൊക്കെ വാങ്ങിയിട്ട് നമ്മളിങ്ങനെ പോരുമ്പോൾ അടുത്തതായിട്ട് ആ വാമനരൂപം കാണാം. പിന്നെ ആ ഗജേന്ദ്രമോക്ഷം കിട്ടുന്നതൊന്ന് കാണാം. പിന്നെ ആ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് തൊഴാം. പിന്നീട് അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് വന്ന് തൊഴാം. ആ ലക്ഷ്മി വിളക്കിൽ നിറയെ നെയ്യ് ഒഴിച്ച് നല്ല നറുദീപം തെളിഞ്ഞ് കത്തുകയാണ്. അപ്പോൾ അവിടെ ആ ഒരു ശക്തി നമുക്ക് കണ്ട് തൊഴാം. നല്ല ധാരാളം പൂക്കളുമുണ്ട്. നല്ല താമരമാല ഇങ്ങനെ അനന്തൻ്റെ മുകളിൽ പല്ലി കൊള്ളുന്ന ആ മഹാവിഷ്ണുവിന് ചാർത്തിയിട്ടുണ്ട്. പിന്നെ നിറയെ പൂക്കൾ, തുളസിമാല ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. സ്ത്രീകളൊക്കെ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ 3 രാമന്മാരെ, ശ്രീരാമൻ, ബലരാമൻ, ഭാർഗവരാമൻ, അവരെയൊക്കെ കണ്ട് കൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുക. പിന്നീട് മുരുകൻ്റെ അവിടെ വരുമ്പോൾ നിറയെ ഭസ്മം കൊണ്ടുള്ള അഭിഷേകം കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് തൊഴുക. പിന്നീട് നമ്മൾ ചെല്ലുന്നത് ആ ഹനുമാൻ സ്വാമിയുടെ അദൃശ്യ സാന്നിധ്യം ഹനുമാൻ സ്വാമിയുടെ ഉണ്ട് എന്ന് പറയുന്ന തിടപ്പള്ളിയാണ്. കാരണം നമ്പൂതിരിമാർക്ക് ഒരാളായാലും 2 ആളായാലും വലിയ ചരക്കൊക്കെ പിടിച്ചു വെക്കാൻ കഴിയുന്നത് ആ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം കൊണ്ടാണ് എന്നാണ് വിശ്വാസം. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴുത് നമ്മൾ പോരുമ്പോൾ ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കാണാം. പിന്നീട് ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം കുറച്ചിങ്ങോട്ട് പടിഞ്ഞാറോട്ട് വന്നാൽ ആ താമരക്കണ്ണനെ കാണാം. അത് കഴിഞ്ഞാൽ കിഴക്ക് വശത്തേക്ക് വരുമ്പോൾ ഗ്രില്ല് കാണാം. അതിൻ്റെ ഉള്ളിൽ ആ മണിക്കിണർ തീർത്ഥമൊക്കെ ഉള്ള ഭഗവാനെ നേദിക്കുന്ന തീർത്ഥത്തിനും വെള്ളമൊക്കെ ആ മണിക്കിണറിലെ വെള്ളമാണ്. അതൊക്കെ കണ്ട് തൊഴാം. പിന്നീട് നേരെ വരുമ്പോൾ നമ്മുടെ നൃത്തറ, നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു അറ കാണാം. അതിലിങ്ങനെ കടാവിളക്ക് കത്തി നിൽക്കുന്നു. അപ്പോൾ ആ ഉണ്ണി
നൃത്തം ചെയ്യുന്നത് ഏത് രൂപത്തിലാണോ നമ്മൾ ചിന്തിക്കുന്നത് ആ രൂപത്തിൽ തന്നെ ആ ഭഗവാനെ നമുക്ക് ദർശിക്കാൻ കഴിയുന്ന തരത്തിലാണ്. അപ്പോൾ അവിടെ പ്രാർത്ഥിച്ചു വരിക. പിന്നീട് നമ്മൾ കുറൂരമ്മേനെയും നാരദരെയും ആ കൃഷ്ണാട്ടത്തിൻ്റെ വേഷവും വസുദേവരിങ്ങനെ അനന്തൻ്റെ കൊടയിലിങ്ങനെ പോകുന്ന ഉണ്ണീനെ കൊണ്ടുപോകുന്ന ആ കാഴ്ചയൊക്കെ കണ്ട് വടക്കേ നടയിലൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടർ വന്ന് ചന്ദനം തീർത്തൊക്കെ വാങ്ങാം, അതൊക്കെ വാങ്ങി തൊടാം. അങ്ങനെ വന്ന് എടത്തരികത്ത് കാവിലെ ഭഗവതിയുടെ അടുത്ത് വരിക. ഭഗവതിയുടെ അടുത്തൊക്കെ നല്ല തിരക്കാട്ടോ. ഭഗവതിയുടെ അടുത്ത് പതുക്കെ അങ്ങനെ വന്ന് നമ്മൾ അവിടെ ഇന്ന് ചന്ദന ചാർത്തൊന്നും അത്രയ്ക്ക് ആയിട്ടില്ല കേട്ടോ. നിറയെ പൊന്നിൻ്റെ പൊട്ടും അതേമാതിരി വലിയ നെക്ലസ് പോലത്തെ പൊന്നിൻ്റെ അതൊക്കെയാണ് ചാർത്തിയിട്ട്, ചുവന്ന പട്ട് പിന്നെ ഒരു നീല പട്ടും ഞൊറിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ഉണ്ട്. പുറകു വശത്തൊക്കെ ധാരാളം പട്ട് വിധാനമായിട്ട് വിരിച്ചിട്ട് ഇങ്ങനെ ഉള്ള മാതിരി എന്നാലും നല്ല കണ്ണെഴുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കണ്ണെഴുതി ഇങ്ങനെ പൊട്ട് തൊട്ടിട്ട് ഉള്ള ആ ഒരു രൂപമാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ അമ്മോട്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ടു തൊഴുതു. ഇനി നമ്മളിങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് മമ്മിയൂരപ്പനെ കാണാനായിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന മാതിരി പ്രതീക്ഷിച്ച് നമ്മൾ നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയ പ്രതീതിയാവും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ മുകളിലൊക്കെ ഒന്ന് കണ്ട് തൊഴുത് പിന്നീട് വരുമ്പോൾ കുറച്ചിങ്ങോട്ട് പോകുന്ന തുലാഭാരത്തിൻ്റെ നേരെ പുറത്ത് ആൾരൂപ കൗണ്ടറായി. ആൾരൂപം ഒക്കെ വഴിപാടുകൾ അവിടെയൊക്കെ ധാരാളം തിരക്കാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുഞ്ഞ് കുട്ടികൾ മഞ്ചാടി വരുന്നു. അതൊക്കെ കണ്ട് നമുക്കും ആഹ്ലാദിക്കാം. കാരണം ആ കുട്ടികളുടെ ആ ഒരു ആഹ്ലാദം ആ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തം ഏതാന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാകുമ്പോഴാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാഴ്ച, അവരുടെ നിഷ്കളങ്കമായ ചിരി, അതൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനും അതിലൊരാളായിട്ടുണ്ട് എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ ആ പൊന്നുണ്ണി അവിടെ കളിക്കുന്നതായിട്ട്, ആ മഞ്ചാടിക്കുരു വാരി കളിക്കുന്നതായിട്ട് നമ്മൾ ചിന്തിച്ചാൽ അവിടെ ഉണ്ടാവും. അവിടെ നിന്നുള്ള ആ ഒരു അനുഗ്രഹം അങ്ങനെ ഉണ്ടാവും. അങ്ങനെ അവിടുന്ന് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ മുട്ടുകുത്തി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ ഒരിക്കൽ കൂടി കാണാം, കണ്ട് പ്രണമിക്കാം. അതിന് ശേഷം കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് ആ കെടാവിളക്ക് കാണാം. വേദപാരായണം നടത്തുന്ന കൂത്തമ്പലത്തിൽ, അദൃശ്യശക്തികളുള്ള കൂത്തമ്പലത്തിൽ നമുക്ക് തൊഴാം. അതിന് ശേഷം അയ്യപ്പസ്വാമിയുടെ അവിടെ വരുമ്പോഴും അവിടെ ഇന്ന് എന്താണെന്നറിയില്ല, ചന്ദനച്ചാർത്ത് കുറവാണ് എല്ലായിടത്തും കേട്ടോ. അപ്പോൾ ചന്ദനച്ചാർത്ത് കുറവായാലും ബാക്കിയുള്ള നീല കളറ് ഉള്ളതും കറുത്ത കളറുമുള്ള ആ മുണ്ടാണ് ഇന്ന് അയ്യപ്പസ്വാമിക്ക് ഉടുപ്പിച്ചിട്ടുള്ളത്. അവിടെയുണ്ട് ധാരാളം അർച്ചനപ്പൂക്കൾ. അപ്പോൾ അയ്യപ്പസ്വാമീനെ നമുക്ക് പ്രണമിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ ആ പടിഞ്ഞാറ് നടയിലെത്തുമ്പോൾ ദീപസ്തംഭത്തിലെ വേണുഗോപാലിനും കാണാം. കുറച്ച് പിന്നിലേക്ക് ഇറങ്ങി നിന്നാൽ കൊടിമരത്തിൻ്റെ മുകളിൽ നോക്കി ആ ഗരുഡധ്വജനെ കണ്ട് പ്രണമിക്കാം. പിന്നീട് നമ്മൾ നേരെ വടക്കേ ഭാഗത്തേക്ക് ഇങ്ങനെ പോരുക. എന്നാൽ അങ്ങനെയായിട്ട് ആയിക്കോട്ടെ. വടക്കേ ഭാഗത്തേക്ക് വരുമ്പോൾ കുളം കാണാം. കുളം എന്ന് പറഞ്ഞാൽ രുദ്രതീർത്ഥക്കുളം, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഭഗവാന്റെ ആറാട്ട് നടത്തുന്ന ആ സപ്തർഷികൾ തപം ചെയ്യുന്ന ആ സ്നാനം ചെയ്യുന്ന ആ കുളം, ആ രുദ്രതീർത്ഥക്കുളം, അത് കണ്ട് അതിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വരാം. അങ്ങനെ ആ പ്രദക്ഷിണം ചെയ്യുമ്പോൾ അങ്ങനെ അവിടെ എത്തുമ്പോൾ പഴയ ആ നാരായണാലയം കാണാം. ആഞ്ഞ നമ്പൂരിയുടെയും പൂന്താനം പൂജിച്ച വിഗ്രഹമൊക്കെ ഉള്ള ആ നാരായണാലയത്തിലൊന്ന് കയറി തൊഴാം. അതിനുശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ പിന്നെ ആ കരിങ്കല്ലിൻ്റെ അത്താണിയൊക്കെ കാണാം. കാരണം അവിടെ ആ കിട്ട അങ്ങനത്തെ ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായ ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞിരുന്ന ആ സ്ഥലം, അതൊക്കെ ഒന്ന് കണ്ട് തൊഴുത് ഇങ്ങനെ പോരാ. അങ്ങനെ വരുമ്പോൾ വീണ്ടും നമ്മൾ കിഴക്കേ നടയിലെത്തി. അതിനുശേഷം കുറച്ചും കൂടി നമുക്ക് അങ്ങോട്ട് തെക്കേ നടയിലേക്ക് പോയാൽ നമ്മുടെ കൂവളം കാണാം. ആ കൂവളത്തിൻ്റെ ആ തളിർത്ത് വരുന്ന ഇലകൾ കാണാം. മഹാദേവനെ ഒന്ന് മനസ്സിരുത്തി പ്രാർത്ഥിച്ച് ഒരിക്കലും അതൊന്നിങ്ങനെ പ്രദക്ഷിണമായിട്ട് ചെല്ലുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഭഗവാന്റെ ഉച്ചപൂജ കണ്ടു, തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ആ ഗുരുവായൂരിൽ വന്ന എന്നെ ശ്രവിക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ്
നമ്മൾ നടന്ന ആ പ്രദക്ഷിണ വഴികളൊക്കെ നിങ്ങളും ഒപ്പം എൻ്റെ ഒപ്പം പിന്നിട്ടു എന്ന് മനസ്സിൽ കരുതുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തീർച്ചയായും നിങ്ങളിലേക്ക് എത്തും. കൃഷ്ണ ഗുരുവായൂരപ്പ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.